2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പുറത്തുവന്ന വിവിധ പ്രീ പോൾ സർവേകൾ സംസ്ഥാനത്ത് ഒരു അട്ടിമറി സാധ്യതയുടെ സൂചനകൾ നൽകുന്നു. പല സർവേകളും UDFന് അനുകൂലമായ വികാരം നിലനിൽക്കുന്നതായി സൂചിപ്പിക്കുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDF വൻ വിജയം കൈവരിച്ചിരുന്നു. ഈ ഫലം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സൂചനയായി കണക്കാക്കപ്പെടുന്നു. തിരഞ്ഞെടുപ്പ് വിദഗ്ധൻ സുനിൽ കനുകോലുവിന്റെ സർവേ പ്രകാരം UDFന് 90 സീറ്റുകൾ വരെ ലഭിച്ചേക്കാം. ഭരണവിരുദ്ധ വികാരവും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പ്രകടനവുമാണ് അവർക്ക് കരുത്തേകുന്നത്. മനോരമ ന്യൂസ് സി വോട്ടർ സർവേ പ്രകാരം മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയന്റെ പ്രകടനത്തിൽ 53.1% പേർ അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വോട്ടർമാരിൽ പകുതിയിലധികം പേരും ഭരണമാറ്റം ആഗ്രഹിക്കുന്നവരാണെന്നും സർവേ വ്യക്തമാക്കുന്നു. അതേസമയം മികച്ച മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കൂടുതൽ പേരും പിന്തുണച്ചത് പ്രതിപക്ഷ നേതാവ് VD സതീശനെയാണ്. 24.1%. പിണറായി വിജയന് 22.4% പേരുടെ പിന്തുണയാണ് ലഭിച്ചത്. വോട്ട് വൈപ്പ് സർവേ പ്രകാരം UDFന് 32.7% വോട്ട് വിഹിതത്തോടെ മുന്നിലാണെന്ന് കാണപ്പെടുന്നു. LDFന് 29.3%. ഏകദേശം 52% ആളുകൾ സർക്കാരിന്റെ പ്രവർത്തനം മോശം എന്ന് വിലയിരുത്തുന്നു. സ്പീക്ക് മീഡിയ UDFന് 71 സീറ്റുകൾ ലഭിക്കുമെന്നും LDF 63 സീറ്റിലേക്ക് ചുരുങ്ങുമെന്നും പ്രവചിക്കുന്നു. മറ്റ് ചില അനൌദ്യോഗിക സർവേകൾ UDFന് 90 സീറ്റുകൾ വരെ ലഭിക്കാമെന്ന് അവകാശപ്പെടുന്നു. ഹാട്രിക് വിജയം ലക്ഷ്യമിട്ട് LDF സജീവമായ പ്രചാരണ പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ മുന്നണിയെ നയിക്കുമെന്നും ജനപ്രിയ പ്രഖ്യാപനങ്ങളിലൂടെയും താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങളിലൂടെയും ഭരണ തുടർച്ച ഉറപ്പാക്കാമെന്നുമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി, ശബരിമല സ്വർണ്ണമോഷണ കേസ്, ലൈഫ് മിഷൻ പദ്ധതി, ക്ഷേമ പെൻഷനുകൾ എന്നിവയാണ് നിലവിൽ പ്രധാന ചർച്ചാ വിഷയങ്ങൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ UDF മുന്നേറ്റവും NDAയുടെ വോട്ട് വിഹിതത്തിലുണ്ടായ വർധനവും അട്ടിമറി സാധ്യതകൾക്ക് ശക്തി പകരുന്നു. ചുരുക്കത്തിൽ ഒരു അട്ടിമറി വിജയത്തിലൂടെ അധികാരം തിരിച്ചുപിടിക്കാൻ UDFും ചരിത്രപരമായ മൂന്നാം ഊഴത്തിനായി LDFും തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടമാകും നടക്കുക. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മാർച്ച് പകുതിയോടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിലവിലെ നിയമസഭയുടെ കാലാവധി 2026 മെയ് 23 അവസാനിക്കും. Like, share, subscribe.